ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്റ്റെഫൈലോകോക്കസ് ഓറിയസിനെ കുറിച്ചാണ്. ഒരു എലാബറേറ്റ് എസ്സേയുടെ അത്രയും കണ്ടൻ്റ് ഇല്ല, എന്നാലും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തിരിക്കേണ്ട പോയിൻറ്റ്സ് എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലൈഫ് സൈക്കിളും ഡീറ്റെയിൽസും ഒന്നും അങ്ങനെ എനിക്ക് കിട്ടിയില്ല. കിട്ടിയ അത്രയും ഡീറ്റെയിൽസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. സ്റ്റെഫൈലോകോക്കസ് ഓറിയസിനെ കുറിച്ച് പഠിക്കുമ്പോൾ ആദ്യം ഓർക്കേണ്ട 3 പോയിൻറ്റ്സ് ആണ്. സ്റ്റെഫൈലോകോക്കൈ എന്ന് പറയുന്നത് ഒരു ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയയാണ്. ഇനി ഇതിനകത്ത് സ്റ്റെഫൈലോകോക്കൈ എന്നല്ലേ, അപ്പോൾ എന്താണ്, കോക്കസ് ഷേപ്ഡ് ആയിരിക്കും. കോക്കസ് ഷേപ്ഡ് എന്ന് പറഞ്ഞാൽ സ്പെറിക്കൽ ഷേപ്ഡ്. അപ്പോൾ നമ്മൾ 2 കാര്യങ്ങൾ പഠിച്ചു. ഒന്ന് ഗ്രാം പോസിറ്റീവ് ആണ്, സ്പെറിക്കൽ ഷേപ്ഡ് ആണ്, പിന്നെ ഇവ എയറോബിക് ഓർഗാനിസംസ് ആണ്. ഈ സ്റ്റെഫൈലോകോക്കി എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിൽ പല സ്പീഷീസുകളുണ്ട്. ഇതിൽ സ്റ്റെഫൈലോകോക്കസ് ഓറിയസ് ആണ് നമ്മൾ പഠിക്കുന്നത്. അതാണ് ഏറ്റവും പാത്തോജനിക് ആയിട്ടുള്ള ഒരു സ്റ്റെഫൈലോകോക്കൈ. ഇത് സ്കിൻ ഇൻഫെക്ഷൻസിനാണ് മെയിൻലി കാരണമാകുന്നത്. അതുപോലെ ചില കേസസിൽ ന്യൂമോണിയ, എൻഡോകാർഡൈറ്റിസ്, അതുപോലെ ഓസ്റ്റിയോമെലൈറ്റിസ് ഇതിനൊക്കെ കാരണമാകാറുണ്ട്. അപ്പോൾ ഓർത്തിരിക്കണം, സ്റ്റെഫൈലോകോക്കസ് ഓറിയസിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് വരുന്നത് ഇതിൻ്റെ പാത്തോജനിസിറ്റിയിലാണ്. മെയിൻ കാരണം ഇത് ഒരുപാട് സ്കിൻ ഇൻഫെക്ഷൻസ് ഉണ്ടാക്കും. അതുപോലെ ന്യൂമോണിയൊക്കെ ഓർത്തിരിക്കണം. ഇനി സം സ്ട്രെയിൻസ് എലാബറേറ്റ് ടോക്സിൻസ് ദാറ്റ് കോസസ് ഗ്യാസ്ട്രോഎൻട്രൈറ്റിസ്, സ്കാൾഡഡ് സ്കിൻ സിൻഡ്രോം ആൻഡ് ടോക്സിക് ഷോക്ക് സിൻഡ്രോം. ഡയഗ്നോസിസ് ഈസ് ബൈ ഗ്രാം സ്റ്റെയിൻ ആൻഡ് കൾച്ചർ. അപ്പോൾ ചില സ്റ്റെഫൈലോകോക്കസ് സ്പീഷീസ് എന്ത് ചെയ്യും, ടോക്സിൻസിനെ പ്രൊഡ്യൂസ് ചെയ്യും. ഈ ടോക്സിൻസ് കാരണം ഗ്യാസ്ട്രോഎൻട്രൈറ്റിസ് ഉണ്ടാവാം, അല്ലെങ്കിൽ എന്താണ്, സ്കാൽഡഡ് സ്കിൻ സിൻഡ്രോം ഉണ്ടാകാം, ടോക്സിൻ ഷോക്ക് സിൻഡ്രോം ഉണ്ടാകാം. അങ്ങനെ പല പ്രോബ്ലംസും ഉണ്ടാകും. ടോക്സിൻസിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ കപ്പാസിറ്റിയുള്ള സ്റ്റെഫൈലോകോക്കസ് ഓർഗാനിസംസ് ഉണ്ടെന്നും അതുമൂലം പല രോഗങ്ങൾക്കും കാരണമാകാമെന്ന് ഓർത്താൽ മതി. ഇനി ഇവരെ എങ്ങനെ ഡയഗ്നോസ് ചെയ്യുന്നത്? ഒന്ന് ഗ്രാം സ്റ്റെയിനിങ് വഴി. ഗ്രാം സ്റ്റെയിനിങ് പ്രൊസീജിയറൊക്കെ അറിയാമല്ലോ. അപ്പോൾ ഗ്രാം സ്റ്റെയിനിങ് വഴി വരെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. എന്നിട്ട് കൾച്ചർ ചെയ്തിട്ടാണ് ഈ സ്റ്റെഫൈലോകോക്കസ് ഓറിയസ് ആണ് ഇന്ന ഡിസീസിന് കാരണമെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. ട്രീറ്റ്മെൻറ്റ് ഈസ് യൂഷ്വലി വിത്ത് പെൻസിലിനേസ് റെസിസ്റ്റൻറ്റ് ബീറ്റാ ലാക്ടംസ്. ബട്ട് ബിക്കോസ് ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ് ഈസ് കോമൺ, വാങ്കോമൈസിൻ ആൻഡ് അതർ ന്യൂവർ ആൻറ്റിബയോട്ടിക്സ് മേ ബി റിക്വയർഡ്. അപ്പോൾ കോമൺലി ഈ സ്റ്റെഫൈലോകോക്കസ് ഓറിയസ് ഇൻഫെക്ഷൻസിനെതിരായിട്ട് പെൻസിലിനേസ് റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള ബീറ്റാ ലാക്ടം ആൻറ്റിബയോട്ടിക്സ് ആണ് ഉപയോഗിക്കുന്നത്. പക്ഷേ ഈ സ്റ്റെഫൈലോകോക്കസ് ഓറിയസ് പല ആൻറ്റിബയോട്ടിക്സിനും റെസിസ്റ്റൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ പുതിയതായിട്ട് വന്നിട്ടുള്ള കുറച്ച് കപ്പാസിറ്റി കൂടുതലുള്ള ആൻറ്റിബയോട്ടിക്സ്, ഇപ്പോൾ വാൻകോമൈസിനോ അതുപോലെയുള്ള മറ്റ് ന്യൂവറായിട്ട് വന്നിട്ടുള്ള ആൻറ്റിബയോട്ടിക്സും ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം. ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ് കൂടുതലുള്ള ഒരു സ്ട്രെയിനാണ് നമ്മുടെ സ്റ്റെഫൈലോകോക്കസ് ഓറിയസ് എന്ന് ഓർക്കണം. ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യും. ഓക്കെ, ഈ സ്റ്റെഫൈലോകോക്കസ് ഓറിയസിൻ്റെ ഇൻഫെക്ഷൻസ് വളരെ മൈൽഡ് ആയിട്ടുള്ള ഇൻഫെക്ഷൻസ് ആവാം, അല്ലെങ്കിൽ ചിലപ്പോൾ ലൈഫ് ത്രെട്ടനിങ് ആയിട്ടുള്ള ഭയങ്കര സീരിയസ് ആയിട്ടുള്ള ഇൻഫെക്ഷൻസ് വരെ ആകാം. മോസ്റ്റ് കോമൺ സ്റ്റെഫൈലോകോക്കസ് ഇൻഫെക്ഷൻസ് ആർ സ്കിൻ ഇൻഫെക്ഷൻസ്, ഓഫൺ കോസസ് അബ്സസസ്. അപ്പോൾ എന്താണ്, മെയിൻ ആയിട്ടും ഇവർ സ്കിൻ ഇൻഫെക്ഷൻസ്, റാഷസ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് ഉണ്ടാക്കുന്നത്. പിന്നെ ഹൗവർ ദ ബാക്ടീരിയ ക്യാൻ ട്രാവൽ ത്രൂ ദ ബ്ലഡ് സ്ട്രീം called bacteremia and infect almost all sites in the body, particularly the heart valves and the bones. അപ്പോൾ ഈ ബാക്ടീരിയ എന്ന് പറയുന്നത് നമ്മുടെ ബ്ലഡ് സ്ട്രീമിലൂടെ ട്രാവൽ ചെയ്യാൻ കപ്പാസിറ്റി ഉണ്ട് ഈ സ്റ്റെഫൈലോകോക്കസ് ഓറിയസിന്. അപ്പോൾ ഇതിങ്ങനെ ട്രാവൽ ചെയ്തിട്ട് നമ്മുടെ ഏതൊരു ബോഡി പാർട്ടിനെയും ഇൻഫെക്റ്റ് ചെയ്യാൻ ഇവർക്ക് സാധിക്കും. മെയിനായിട്ടും നമ്മുടെ ഹാർട്ട് വാൽവ്സിന്. അങ്ങനെ ഹാർട്ട് വാൽവ്സിന് ഇൻഫെക്ഷൻ ഉണ്ടാകുന്നതിന് പറയുന്ന പേരാണ് എൻഡോകാർഡൈറ്റിസ്. കാർഡിയോ അത് ഓർത്താൽ മതി, എൻഡോകാർഡൈറ്റിസ് അതിന് കാരണമാകാം. പിന്നെ ബോൺസ്, നമുക്കറിയാം ഓസ്റ്റിയോപോറോസിസ് ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ. അപ്പോൾ ഓസ്റ്റിയോ എന്ന് പറയുമ്പോൾ ബോൺ റിലേറ്റഡ് ആണെന്ന് ഓർക്കണം. അപ്പോൾ ഇത് കാരണം ഉണ്ടാകുന്നത് ഓസ്റ്റിയോമെലൈറ്റിസ് ആണ്. അപ്പോൾ മെയിൻലി ഓർക്കണം സ്കിൻ ഇൻഫെക്ഷൻസ്, പിന്നെ നമ്മളുടെ ബ്ലഡ് സ്ട്രീമിലൂടെ ട്രാവൽ ചെയ്തിട്ട് നമ്മുടെ ഹാർട്ട് വാൽവ്സിനെയോ ബോൺസിനെയോ അതല്ല ഏതൊരു ബോഡി പാർട്ടിനെയും ഇൻഫെക്റ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഈ സ്റ്റെഫൈലോകോക്കസ് ഓറിയസിനുണ്ടെന്ന് ഓർക്കണം. ഓൾസോ this bacteria tends to accumulate on medical devices in the body such as the artificial heart valves or joints, heart pacemakers, catheters inserted through the skin into the blood vessels. അപ്പോൾ നമ്മളുടെ ബോഡി പാർട്സിന് മാത്രമല്ല, നമ്മളിപ്പോൾ എന്തെങ്കിലും ആർട്ടിഫിഷ്യലായിട്ട്
ഉള്ള ഓർഗൻസോ അല്ലെങ്കിൽ ഹാർട്ട് വാൽവ്സോ ജോയിൻസോ പേസ് മേക്കേഴ്സോ ഒക്കെ നമ്മുടെ ബോഡിയിൽ ഇൻസേർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെയൊക്കെ പെട്ടെന്ന് ഈ സ്റ്റെഫൈലോകോക്കസ് ഓറിയസ് ഇൻഫെക്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. മെഡിക്കൽ ഡിവൈസസിന് അതുപോലെ കത്തീറ്റേഴ്സ് ഇപ്പോൾ നമ്മൾ സർജറിക്കൊക്കെ ഉപയോഗിക്കുമ്പോൾ ആ ഡിവൈസസിനും ഒക്കെ ഈ സ്റ്റെഫൈലോകോക്കസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് നമ്മുടെ ബോഡി എഫക്റ്റ് ചെയ്യും അല്ലേ. അതുപയോഗിച്ച് നമുക്ക് എന്തെങ്കിലും സർജറിയോ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പം അത് ആ ഒരു പേഷ്യൻറ്റിനെ കൂടെ പെട്ടെന്ന് സ്പ്രെഡ് ആവും ഈ സ്റ്റെഫൈലോകോക്കസ് ഓറിയസ്. അപ്പോൾ എന്ത് ചെയ്യണം? ഇങ്ങനെ എന്തെങ്കിലും മെഡിക്കൽ ഡിവൈസസ്, എന്തായാലും നമ്മൾ സ്റ്റെറിലൈസ് ചെയ്തിട്ടൊക്കെ മെഡിക്കൽ ഡിവൈസസ് ഉപയോഗിക്കുകയുള്ളൂ. അതല്ല ഇപ്പോൾ നമ്മുടെ പേസ് മേക്കേഴ്സിനോ അല്ലെങ്കിൽ ഹാർട്ട് വാൽവ്സ്, ആർട്ടിഫിഷ്യൽ ഹാർട്ട് വാൽവ്സിലോ ജോയിൻസിനോ ഒക്കെ എന്തെങ്കിലും ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ അതിനെ റിമൂവ് ചെയ്ത് കളയാല്ലാതെ വേറൊരു മാർഗ്ഗമില്ല. അതുപോലെ കത്തീറ്റേഴ്സൊക്കെ നല്ലവണ്ണം സ്റ്റെറിലൈസ് ചെയ്തിട്ട് വേണം യൂസ് ചെയ്യാൻ. എന്തെങ്കിലും ഒരു ഇൻഫെക്ഷൻ അതുമൂലം ഉണ്ടാവുകയാണെങ്കിൽ അത് കംപ്ലീറ്റ്ലി ഡിസ്പോസ് ചെയ്യണം. ഇനി നമുക്ക് ഈ സ്റ്റെഫൈലോകോക്കസ് മൂലമുണ്ടാകുന്ന അതായത് സ്റ്റെഫൈലോകോക്കസ് ഓറിയസ് മൂലമുണ്ടാകുന്ന ഓരോ ഡിസീസസിനെ കുറിച്ചും ഒരു പോയിൻ്റ് വീതം പഠിച്ചു വയ്ക്കാം. അതാകുമ്പോൾ ഒരു എസ്സേയോ ഒരു 5 മാർക്കൊക്കെ ചോദിക്കുകയാണെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് എഴുതാൻ പറ്റുന്ന രീതിക്ക്. ആദ്യം പറയേണ്ടത് ബ്ലഡ് സ്ട്രീം ഇൻഫെക്ഷൻസ് ആണ്. വെൻ എ കത്തീറ്റർ ദാറ്റ് ഈസ് ഇൻസേർട്ടഡ് ഇൻ എ വെയിൻ ഹാസ് റിമെയിൻഡ് ടു പ്ലേസ് ഫോർ എ ലോങ് ടൈം. അപ്പോൾ ബ്ലഡ് സ്ട്രീം ഇൻഫെക്ഷൻസ് ഇപ്പോൾ ഒരു കത്തീറ്റർ നമ്മൾ എന്തെങ്കിലും ഒരു സർജറിക്ക് വേണ്ടിയിട്ടൊരു കത്തീറ്റർ യൂസ് ചെയ്യുകയാണ്. അപ്പോൾ ഇത് കുറച്ച് നേരം കൂടുതൽ നേരം അവിടെ ഒരു വെയിനിൽ വെക്കേണ്ടി വരികയാണെങ്കിൽ ഇതുമൂലം നമ്മുടെ ആ ഒരു ഇൻഫെക്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് നമ്മുടെ ബ്ലഡ് സ്ട്രീമിൽ കയറി ഇൻഫെക്ഷൻ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. രണ്ടാമതാണ് എൻഡോകാർഡൈറ്റിസ്. നമ്മൾ പറഞ്ഞു എൻഡോകാർഡൈറ്റിസ് എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ഹാർട്ട് വാൽവ്സിനെ ഇൻഫെക്റ്റ് ചെയ്യുന്നതാണ്. When people inject illegal drugs or have an artificial heart valve or when a catheter inserted in a vein is infected. അപ്പോൾ ഈ എൻഡോകാർഡൈറ്റിസ് ഉണ്ടാകാൻ 3 കാരണങ്ങളുണ്ട്. ഒന്ന്, ഇല്ലീഗലായിട്ടുള്ള ഡ്രഗ്സ് ഉപയോഗിക്കുന്നവർക്ക് അത് ഇൻജെക്റ്റ് ചെയ്യുകയാണെങ്കിൽ, ബ്ലഡ് സ്ട്രീമിലേക്ക് ഇൻജെക്റ്റ് ചെയ്യുകയാണെങ്കിൽ, അതല്ലെങ്കിൽ നമ്മുടെ ബോഡിയിലൊരു ആർട്ടിഫിഷ്യൽ ഹാർട്ട് വാൽവ് ഉണ്ടെങ്കിൽ. പിന്നെന്താണ്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു കത്തീറ്റർ, അതിന് ഇൻഫെക്റ്റഡ് ആയിട്ടുള്ളൊരു കത്തീറ്റർ നമ്മൾ യൂസ് ചെയ്യുകയാണ്. അപ്പോൾ അത് നമ്മുടെ ബ്ലഡ് സ്ട്രീമിലേക്ക് ഈ സ്റ്റെഫൈലോകോക്കസ് ഓറിയസ് ഇൻഫെക്ഷന് പകരാൻ സാധ്യതയുണ്ട്. അടുത്തതാണ് ഓസ്റ്റിയോമെലിറ്റിസ്. അപ്പോൾ വെൻ സ്റ്റെഫൈലോകോക്കസ് ഓറിയസ് സ്പ്രെഡ്സ് ടു ദ ബോൺ ഫ്രം ആൻ ഇൻഫെക്ഷൻ ഇൻ ദ ബ്ലഡ് സ്ട്രീം or from the infection in the nearby soft tissue, as many occurs in people with deep pressure sores or food sores due to diabetes. അപ്പോൾ ഈ ഓസ്റ്റിയോമെലിറ്റിസ് എന്ന് പറയുന്നത് നമ്മുടെ ബോൺസിനെയാണ് എഫക്റ്റ് ചെയ്യുന്നത്. ഇത് ഒന്നെങ്കിൽ ബ്ലഡ് സ്ട്രീം വഴി ഈ സ്റ്റെഫൈലോകോക്കസ് ഓറിയസ് ഇൻഫെക്ഷൻ സ്പ്രെഡ് ചെയ്യുന്നത് വഴിയാവാം, അല്ലെന്നുണ്ടെങ്കിൽ അടുത്തുള്ള ഏതെങ്കിലും ഒരു സോഫ്റ്റ് ടിഷ്യൂവിന് സ്റ്റെഫൈലോകോക്കസ് ഇൻഫെക്ഷൻ വരുന്നു, അത് നേരെ നമ്മുടെ ബോൺസിനെ ബാധിക്കുന്നു, അങ്ങനെ സംഭവിക്കാം. മെയിൻലി ഇത് ഡയബറ്റിക് പേഷ്യൻസ്, അതായത് ഫുഡ് സോഴ്സോ അല്ലെങ്കിൽ പ്രഷർ സോഴ്സോ ഒക്കെയുള്ള ഡയബറ്റിക് പേഷ്യൻസിലാണ് ഈ ഒരു ഓസ്റ്റിയോമെലിറ്റിസ് ഉണ്ടാവാനുള്ള സാധ്യത കൂടുതൽ, ഇൻഫെക്ഷൻ പെട്ടെന്ന് പടരുന്നത്. ഓക്കെ, അടുത്തതാണ് ലങ് ഇൻഫെക്ഷൻ. ലങ്ങിനെ ഇൻഫെക്റ്റ് ചെയ്യുമ്പോഴാണ് ഈ ന്യൂമോണിയ ഒക്കെ ഉണ്ടാകുന്നത്. വെൻ പീപ്പിൾ ഹാവ് ഹാഡ് ഇൻഫ്ലുവൻസ ഓർ ബ്ലഡ് സ്ട്രീം ഇൻഫെക്ഷൻ, വെൻ പീപ്പിൾ ആർ ടേക്കിംഗ് corticosteroids or drugs that suppress the immune system, or when they are hospitalized because they need tracheal intubation and mechanical ventilation. അപ്പോൾ ഈ ന്യൂമോണിയ ഉണ്ടാവാൻ പല കാരണങ്ങളുണ്ട്. ഒന്നെങ്കിൽ ഇൻഫ്ലുവൻസ, നമുക്കൊരു കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു പനി പോലെ, അല്ലെന്നുണ്ടെങ്കിൽ ബ്ലഡ് സ്ട്രീം ഇൻഫെക്ഷൻസ് വഴി ഉണ്ടാകാം. പിന്നെ ഈ കോർട്ടിക്കോസ്റ്റെറോയിഡ്സ് അല്ലെങ്കിൽ അങ്ങനത്തെ ഡ്രഗ്സൊക്കെ, സ്റ്റിറോയിഡ് കണ്ടെയ്നിങ് ആയിട്ടുള്ള ഡ്രഗ്സൊക്കെ ഉപയോഗിക്കുന്ന നമ്മുടെ ഇമ്മ്യൂണോ സപ്രസൻസ് എന്ന് പറയും, അതായത് നമ്മുടെ ഇമ്മ്യൂണിറ്റിയെ സപ്രസ് ചെയ്യുന്ന. ഇപ്പം നമ്മൾ ഒരു സർജറിയൊക്കെ ചെയ്യുമ്പോൾ നമ്മളൊരു അഡീഷണൽ പുറത്തുനിന്ന് എന്തെങ്കിലും ഒരു വാൽവോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമ്മൾ ഉള്ളിൽ വെക്കാനാണെങ്കിൽ നമ്മൾ ലൈഫ് ലോങ് ഈ ഇമ്മ്യൂണോ സപ്രസൻസ് കഴിക്കേണ്ടി വരും. അപ്പോൾ അങ്ങനത്തെ സ്റ്റിറോയിഡ് കണ്ടെയ്നിങ് ആയിട്ടുള്ള കോർട്ടിക്കോസ്റ്റെറോയിഡ്സ് അല്ലെങ്കിൽ അതുപോലത്തെ എന്തെങ്കിലുമൊക്കെ ഡ്രഗ്സൊക്കെ ഉപയോഗിക്കുന്നവരാണെങ്കിൽ നമ്മുടെ ഇമ്മ്യൂണിറ്റിയെ സപ്രസ് ചെയ്യാനുള്ള മെഡിസിൻ നമ്മൾ എടുക്കുന്നുണ്ട്. ഇങ്ങനത്തെ ഡ്രഗ്സ് നമ്മൾ ലൈഫ് ലോങ് കഴിക്കണം. അപ്പോൾ ഇപ്പോൾ ഹാർട്ടിൻ്റെ സർജറിയൊക്കെ കഴിഞ്ഞവരൊക്കെ അങ്ങനെ ഇമ്മ്യൂണോ സപ്രസൻസ് ചെയ്യുന്നുണ്ട്. അങ്ങനത്തെ ആൾക്കാരിലൊക്കെ ന്യൂമോണിയ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഈ ഒരു സ്റ്റെഫൈലോകോക്കസ് ഓറിയസ് മൂലം. അതുപോലെ നമ്മൾ എന്തെങ്കിലും ഒരു ട്രക്കിയൽ ഇൻറ്റ്യൂബേഷന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഒരു മെക്കാനിക്കൽ വെന്റിലേഷൻ, നമ്മൾ ഹോസ്പിറ്റലൈസ്ഡ് ആണ്, വെന്റിലേറ്ററിലാണ്, അങ്ങനത്തെ ഒരു സിറ്റുവേഷനൊക്കെ ആണെങ്കിൽ നമുക്ക് ഈ ഒരു ന്യൂമോണിയ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കാരണം സ്റ്റെഫൈലോകോക്കസ് ഓറിയസ് എന്ന് പറയുന്നത് പെട്ടെന്ന് സ്പ്രെഡ് ആവുകയും
അത് പല രീതിക്കുള്ള ഇൻഫെക്ഷൻ കാരണം സ്കിൻ ഇൻഫെക്ഷൻ ആണെങ്കിൽ വലിയ കുഴപ്പമുണ്ടാവില്ല, അത്ര റാഷസോ അബ്സെസോ ഒക്കെ ഉണ്ടാകത്തുള്ളൂ. പക്ഷേ ഇതിപ്പോൾ നമ്മുടെ ഹാർട്ട് വാൽവിനെയോ അല്ലെങ്കിൽ ബോൺസിനെയോ ഒക്കെ ഇൻഫെക്റ്റ് ചെയ്യുകയാണെങ്കിൽ അത് വളരെ ലീതലായിട്ട് മാറാൻ സാധ്യതയുണ്ട്. അതുപോലെ ന്യൂമോണിയ വന്നാലും പെട്ടെന്ന് ഭയങ്കര സിവിയർ ആവാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ ഈ എന്തൊക്കെ ഡിസീസസ് ഉണ്ടാവുമെന്നും ഗ്രാം പോസിറ്റീവ് ആണെന്ന് ഓർക്കണം, എയറോബിക് ആണെന്ന് ഓർക്കണം, അതുപോലെ എന്തോർക്കണം, ഇതിൻ്റെ ഷേപ്പ് സ്പെറിക്കൽ ആണെന്ന് ഓർക്കണം. കുറേ ആൻറ്റിബയോട്ടിക്സിനോട് ഇത് റെസിസ്റ്റൻ്റ് ആണ്, അതുകൊണ്ട് ന്യൂവസ്റ്റ് ആയിട്ട് കണ്ടുപിടിച്ചിട്ടുള്ള ആൻറ്റിബയോട്ടിക്സ് ആണ് ഇതിനെതിരായിട്ട് ഉപയോഗിക്കുന്നതെന്ന് ഓർക്കണം. എന്തൊക്കെ ഇൻഫെക്ഷൻസ്, എന്തൊക്കെ ഡിസീസസ്, എന്തൊക്കെ സിറ്റുവേഷൻസിലാണ് ഉണ്ടാകുന്നതെന്ന് ഓർക്കണം. ഇത്തരം കാര്യങ്ങളൊക്കെ ഓർത്താൽ മതി. ഓക്കെ, അടുത്തതായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് സ്റ്റെഫൈലോകോക്കസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ടോക്സിൻസിനെ കുറിച്ചാണ്. There are many strains of Staphylococcus aureus and some strains produce toxins that can cause Staphylococcus food poisoning, toxic shock syndrome and scalded skin syndrome. അപ്പോൾ ഈ 3 കാര്യങ്ങൾ പഠിച്ചു വെച്ചേക്കണം. കാരണം ചില സ്റ്റെഫൈലോകോക്കസ് ഓറിയസുകൾ എന്ത് ചെയ്യും, ടോക്സിൻസിനെ പ്രൊഡ്യൂസ് ചെയ്യും. ടോക്സിൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്, എന്തെങ്കിലും രീതിക്ക് ഉള്ള കെമിക്കൽസോ അങ്ങനെ ആയിരിക്കും. അത് നമ്മുടെ ശരീരത്തിന് ദോഷമായിട്ട് മാറും. അത് ഫുഡ് പോയ്സണിങ്ങിന് കാരണമാകാം, അല്ലെങ്കിൽ ടോക്സിക് ഷോക്ക് സിൻഡ്രത്തിന് കാരണമാകാം, അല്ലെങ്കിൽ സ്കാൽഡഡ് സ്കിൻ സിൻഡ്രത്തിന് കാരണമാകും. ഇത് 3 ഓർത്തിരിക്കണം. ടോക്സിക് ഷോക്ക് സിൻഡ്രോം ഈസ് ഓൾസോ കോസ്ഡ് ബൈ ടോക്സിൻസ് പ്രൊഡ്യൂസ്ഡ് ബൈ സ്ട്രെപ്റ്റോകോക്കെ. അപ്പോൾ ഈ ടോക്സിക് ഷോക്ക് സിൻഡ്രോം എന്ന് പറയുന്നത് സ്ട്രെപ്റ്റോകോക്കയും ഉണ്ടാക്കാറുണ്ട്, സ്റ്റെഫൈലോകോക്കസും ഉണ്ടാക്കാറുണ്ട്. ആൻഡ് ദിസ് സിൻഡ്രോം കോസസ് റാപ്പിഡ്ലി പ്രോഗ്രസീവ് ആൻഡ് severe symptoms that includes fever, rash, dangerous low blood pressure and failure of several organs. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ സിംറ്റംസ്. എന്തൊക്കെയാണ്? ഫീവർ ഉണ്ടാവാം, റാഷസ് ഉണ്ടാകാം, അല്ലെങ്കിൽ ബ്ലഡ് പ്രഷർ വളരെ ഡേഞ്ചറസ് ആയിട്ട് ലോ ആയിട്ട് പോകാം, പിന്നെ ചില നമ്മുടെ ഓർഗൻസൊക്കെ ഫെയിൽ ആവാം. ഇതൊക്കെയാണ് ഇതിൻ്റെ സിംറ്റംസ്. ഇനി നമുക്ക് ഈ സ്റ്റെഫൈലോകോക്കസ് ഇൻഫെക്ഷൻ്റെ റിസ്ക് ഫാക്ടേഴ്സ് നോക്കാം. 1, ഇൻഫ്ലുവൻസ, അതായത് ജലദോഷം പോലെ വരാം. അല്ലെന്നുണ്ടെങ്കിൽ എന്താണ്, ക്രോണിക് ലങ് ഡിസീസസ്, സിസ്റ്റിക് ഫൈബ്രോസിസോ എംഫസിമയോ പോലുള്ളവ. പിന്നെ ലുക്കീമിയ, നമുക്കറിയാമല്ലേ, ബ്ലഡ് ക്യാൻസർ, ട്യൂമേഴ്സ്, അല്ലെങ്കിൽ ഒരു ട്രാൻസ്പ്ലാന്റഡ് ഓർഗൻ. നമ്മൾ നേരത്തെ പറഞ്ഞല്ലേ, ആർട്ടിഫിഷ്യലായിട്ടുള്ള ഹാർട്ട് വാൽവ്സ് ഒക്കെ വെച്ചിട്ടുള്ള ആൾക്കാരിൽ, അല്ലെങ്കിൽ പേസ് മേക്കേഴ്സൊക്കെ വെച്ചിട്ടുള്ളവർക്ക് സ്റ്റെഫൈലോകോക്കസിൻ്റെ ഇൻഫെക്ഷൻ പെട്ടെന്നുണ്ടാവാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ഈ സർജറിയുടെ സമയത്തൊക്കെ കത്തീറ്റേഴ്സൊക്കെ ഉപയോഗിക്കുന്നു, വെയിനിൽ ഒത്തിരി നേരം വെച്ചുകൊണ്ടിരുന്ന, അതുവഴി ഇൻഫെക്ഷൻ ഉണ്ടാവാം. പിന്നെ ബേൺസ്, വൂണ്ട്, സോസ്, എന്തെങ്കിലും മുറിവുകളോ ചൊറിഞ്ഞു പൊട്ടിയ പാടുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും പൊള്ളിയത് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഇൻഫെക്ഷൻ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. പിന്നെ ക്രോണിക് ആയിട്ടുള്ള സ്കിൻ ഡിസീസസ്, എന്തെങ്കിലും സർജറി നടക്കുമ്പോൾ ഡയബറ്റിക് മെലിറ്റസ് നമ്മൾ പറഞ്ഞു ഫുഡ് സോഴ്സ് ഒക്കെ ഉള്ളത് ഡയബറ്റിക് മെലിറ്റസ് ഉള്ള ആൾക്കാരിലായിരിക്കും. അപ്പോൾ അതൊരു കാരണമാകാം. പിന്നെന്താണ്, ക്രോണിക് കിഡ്നി ഡിസോർഡേഴ്സ് റിക്വയറിങ് ഡയാലിസിസ്. പിന്നെ ഡ്രഗ്സ് നമ്മൾ പറഞ്ഞു, കോർട്ടിക്കോസ്റ്റോയിഡ്സ്, നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. ഇതൊക്കെ റിസ്ക് ഫാക്ടേഴ്സായിട്ട് വരാം. കാരണം ഇങ്ങനത്തെ ആൾക്കാരിൽ പെട്ടെന്നുണ്ടാവാം ഈ ഇൻഫെക്ഷൻ. അപ്പോൾ ഈ സർജറിയുടെ സമയത്തൊക്കെ ഇമ്മ്യൂണോ സപ്രസൻസ്, അതായത് ഇപ്പോൾ കോർട്ടിക്കോസ്റ്റീറോയിഡ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും അങ്ങനത്തെ ഡ്രഗ്സൊക്കെ ഉപയോഗിക്കുന്നവരിൽ, അല്ലെങ്കിൽ ഇപ്പോൾ ക്യാൻസറിൻ്റെ കീമോതെറാപ്പി ചെയ്യുന്നവരിൽ, റേഡിയേഷൻ തെറാപ്പി ചെയ്യുന്നവരിലൊക്കെ ദേ ആർ മോർ പ്രോൺ ടു സ്റ്റെഫൈലോകോക്കസ് ഇൻഫെക്ഷൻ. പിന്നെന്താണ്, ഇല്ലീഗലായിട്ടുള്ള ഡ്രഗ്സ് ഇഞ്ചെക്ട് ചെയ്യുന്നവരിൽ, പിന്നെ ന്യൂ ബോൺസിലും അതുപോലെ ബ്രസ്റ്റ് ഫീഡിങ് മദേഴ്സിലും ഒക്കെ ഇൻഫെക്ഷൻ, സ്റ്റെഫൈലോകോക്കസ് ഓറിയസിന് ഇൻഫെക്ഷൻ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. റെസിസ്റ്റൻസ് ടു ആൻറ്റിബയോട്ടിക്സ്. അപ്പം നമ്മൾ പറഞ്ഞു ഈ സ്റ്റെഫൈലോകോക്കസ് ഓറിയസ് പല ആൻറ്റിബയോട്ടിക്സിനും റെസിസ്റ്റൻ്റ് ആണ്. അതായത് സാധാരണ ആൻറ്റിബയോട്ടിക്സ് കഴിക്കുന്ന എന്തിനാണ്, ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ് പോകാൻ. പക്ഷേ ഈ റെസിസ്റ്റൻ്റ് എന്ന് പറയുമ്പോൾ ഈ ആൻറ്റിബയോട്ടിക്സ് കഴിച്ചാലും നമ്മുടെ സ്റ്റെഫൈലോകോക്കസിനെ നശിപ്പിക്കാൻ പറ്റത്തില്ല, ഇവർ സർവൈവ് ചെയ്യും. അങ്ങനത്തെ കണ്ടീഷനാണ് റെസിസ്റ്റൻസ് ടു ആൻറ്റിബയോട്ടിക്സ്. If carriers take antibiotics, the antibiotics kills the strains that are not resistant, leaving the remaining resistant strains. അപ്പോൾ നമ്മൾ ആൻറ്റിബയോട്ടിക് എടുക്കുകയാണ്. അപ്പോൾ എന്ത് സംഭവിക്കും, റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള സ്ട്രെയിൻസ് സർവൈവ് ചെയ്യും, റെസിസ്റ്റൻ്റ് അല്ലാത്തവരെ മാത്രമേ നശിപ്പിക്കാൻ പറ്റുള്ളൂ. ആൻഡ് ദീസ് ബാക്ടീരിയ മേ ദെൻ മൾട്ടിപ്ലൈ, അതായത് നമ്മുടെ റെസിസ്റ്റൻ്റ് ആയിട്ടുള്ളവ പിന്നീട് മൾട്ടിപ്ലൈ ചെയ്ത് ഇൻഫെക്ഷൻ ഉണ്ടാക്കി ആ ഇൻഫെക്ഷൻ കൂടുതൽ സിവിയർ ആയിട്ട് മാറാനുള്ള സാധ്യതയുണ്ട്.
Whether the bacteria are resistant and which antibiotic they are resistant often depends on where people got the infection. അതായത് ഹോസ്പിറ്റലിൽ നിന്നാണോ അല്ലെങ്കിൽ എന്തെങ്കിലും ഹെൽത്ത് കെയർ ഫെസിലിറ്റി ഔട്ട്സൈഡ് സച്ച് ഫെസിലിറ്റീസ് എവിടെ നിന്നാണോ ഈ ഇൻഫെക്ഷൻ കിട്ടിയത്, അതിനെയും ഒക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഒരാൾ ഏത് ആൻറ്റിബയോട്ടിക്കിനോട് റെസിസ്റ്റൻ്റ് ആയിരിക്കും അല്ലെങ്കിൽ എങ്ങനത്തെ ബാക്ടീരിയ ആണ് അത് റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള ബാക്ടീരിയ ആണോ അല്ലയോ എന്നൊക്കെ തീരുമാനിക്കുന്നത്. നമുക്ക് എവിടെ നിന്നാണ് ആ ഇൻഫെക്ഷൻ കിട്ടിയത്. സ്കിൻ ഇൻഫെക്ഷൻസ് ഡ്യൂ ടു സ്റ്റെഫൈലോകോക്കസ് ഓറിയസ് ക്യാൻ ഇൻക്ലൂഡ് ദ ഫോളോയിങ്. അപ്പോൾ എന്താണ്, ഫോളിക്കുലൈറ്റിസ് ഈസ് എ ലീസ്റ്റ് സീരിയസ്. അതായത് എ ഹെയർ റൂട്ട് ഫോളിക്കിൾ ഈസ് ഇൻഫെക്റ്റഡ് കോസിങ് എ സ്ലൈറ്റ് പെയിൻഫുൾ ടൈനി പിമ്പിൾ ഓൺ ദ ബേസ് ഓഫ് ദ ഹെയർ. അപ്പോൾ എന്താണ്, അതിൻ്റെ ഒരു സ്കിൻ ഇൻഫെക്ഷൻസിലൊരു സിമ്പിളായിട്ടുള്ള അല്ലെങ്കിൽ വലിയ വേദനയൊന്നും ഇല്ലാത്തൊരു ടൈപ്പ് സ്കിൻ ഇൻഫെക്ഷനാണ് ഫോളിക്കുലൈറ്റിസ്. രണ്ടാമത്തേതാണ് ഇംപെറ്റിഗോ. അതെന്താണ്, കൺസിസ്റ്റ് ഓഫ് ഷാലോ ഫ്ലൂയിഡ് ഫിൽഡ് ബ്ലിസ്റ്റേഴ്സ് ദാറ്റ് റപ്ചർ ലീവിങ് ഹണി കളേർഡ് ക്രസ്റ്റ്. ഇംപെറ്റിഗോ മേ ഇച്ച് ആൻഡ് ഹേർട്ട്. അപ്പോൾ എന്താണ്, ചെറിയ ഒരു ബൾജിങ് പോലെ വരും, അതിൽ ഫ്ലൂയിഡ് ഉണ്ടാവും, അങ്ങനത്തെ ഒരു ഹണി കളർ ക്രസ്റ്റൊക്കെ ഉണ്ടായിട്ട് ചെറിയ ചൊറിച്ചിലും വേദനയൊക്കെ ഉള്ള, കുറച്ചുകൂടി ഫോളിക്കുലൈറ്റിസിനെ വെച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടി പ്രശ്നക്കാരനാണ് നമ്മുടെ ഇംപെറ്റിഗോ. പിന്നെ അബ്സിസസ്. അതെന്താണ്, ഒരു വാം പെയിൻഫുൾ കളക്ഷൻ ഓഫ് പസ് ജസ്റ്റ് ബിലോ ദ സ്കിൻ. അപ്പോൾ ഒരു പസ് ഫോർമേഷൻ, എന്താ പഴുപ്പൊക്കെ ഉണ്ടാകത്തില്ലേ അത്. പിന്നെന്താണ് സെല്ലുലൈറ്റിസ്. സെല്ലുലൈറ്റിസ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എൻ ഇൻഫെക്ഷൻ ഓഫ് സ്കിൻ ആൻഡ് ദ ടിഷ്യൂ ജസ്റ്റ് അണ്ടർ ഇറ്റ്. സ്കിന്നിനെയും അതിൻ്റെ താഴെയുള്ള ടിഷ്യൂവിനെയും കൂടെ അഫക്റ്റ് ചെയ്യും. സെല്ലുലൈറ്റിസ് സ്പ്രെഡ്സ് കോസിങ് പെയിൻ ആൻഡ് റെഡ്നെസ്. ഇനി ടോക്സിക് എപ്പിഡെർമൽ നെക്രോലിസിസ് ആൻഡ് ഇൻ ന്യൂ ബോൺ സ്കാൾഡഡ് സ്കിൻ സിൻഡ്രോം ആർ സീരിയസ് ഇൻഫെക്ഷൻസ്. ഈ സ്കാൾഡഡ് സ്കിൻ സിൻഡ്രോം എഴുതണം കേട്ടോ. അതുപോലെ നമ്മൾ നേരത്തെ ടോക്സിസിറ്റി പഠിച്ചൊക്കെ എഴുതാം. ബോത്ത് ലീഡ്സ് ടു ലാർജ് സ്കെയിൽ പീലിംഗ് ഓഫ് സ്കിൻ. ഇനി ബ്രസ്റ്റ് ഇൻഫെക്ഷൻസ്, മാസ്റ്റൈറ്റിസ്. ഈ ബ്രസ്റ്റ് ഇൻഫെക്ഷൻ എന്ന് പറയുമ്പോൾ വിച്ച് മേ ഇൻക്ലൂഡ് സെല്ലുലൈറ്റിസ് ആൻഡ് അബ്സിസസ് ആൻഡ് ക്യാൻ ഡെവലപ്പ് 1 to 4 weeks ആഫ്റ്റർ ഡെലിവറി. അപ്പോൾ ഡെലിവറി കഴിഞ്ഞ് മിൽക്കൊക്കെ കൊടുക്കാൻ തുടങ്ങുന്ന ആ ഒരു ടൈമിൽ ഉണ്ടാകുന്നൊരു ഇൻഫെക്ഷനാണിത്. ആൻഡ് ഏരിയ അറൗണ്ട് ദ നിപ്പിൾ ഈസ് റെഡ് ആൻഡ് പെയിൻഫുൾ. ഒരു സെല്ലുലൈറ്റിസും അബ്സസസും കൂടെ ചേർന്നൊരു ഇൻഫെക്ഷനാണിത്. Abscesses often release large number of bacteria into the mother's milk and the bacteria may then infect the nursing infant. അപ്പോൾ ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഫീഡിങ് മദേഴ്സിലായിരിക്കും. അപ്പോൾ അവരുടെ നിപ്പിളിൻ്റെ അവിടെ ഒരു റെഡ്നെസ്സും പെയിനും ഒക്കെ ആയിരിക്കും. അപ്പോൾ ഈ ഒരു അബ്സസസ് നടക്കുമ്പോഴത്തേക്കും ലാർജ് എമൗണ്ട് ഓഫ് ബാക്ടീരിയ ആ മിൽക്കിൽ കൂടെ, കുട്ടി അങ്ങനെയല്ലേ കഴിക്കുന്നത്, അപ്പോൾ ആ കുട്ടിയിലേക്ക് കൂടി ഈ ഒരു ഇൻഫെക്ഷൻ സ്പ്രെഡ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അതിലാണ് ഇതിൻ്റെ ഒരു സീരിയസ്നെസ് ഇരിക്കുന്നത്. കാരണം കുഞ്ഞു കുട്ടികൾക്കൊക്കെ ഇമ്മ്യൂണിറ്റി അത്രയും കാണില്ലല്ലോ, അപ്പോൾ അവർക്കത് ഭയങ്കര ലീതലായിട്ട് മാറാം. പിന്നെ ഉള്ളത് നിമോണിയ. നിമോണിയ ഓഫൺ കോസസ് എ ഹൈ ഫീവർ, ഷോർട്ട്നെസ് ഓഫ് ബ്രീത്ത് ആൻഡ് കഫ് വിത്ത് സ്പൂട്ടം ദാറ്റ് മേ ബി ടിഞ്ച്ഡ് വിത്ത് ബ്ലഡ്. അപ്പോൾ എന്താണ്, അടുത്തത് നിമോണിയ വളരെ സിവിയർ ആയിട്ടുള്ളൊരു പ്രശ്നമാണ്. അത് ഹൈ ഫീവർ ഉണ്ടാവാം, പിന്നെന്താണ് ശ്വസിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടാവാം, കഫം ഉണ്ടാവാം, ചുമയുണ്ടാവാം, പിന്നെന്താണ് ലങ് അബ്സസസ് മേ ഡെവലപ്പ്. ആ ഒരു ശ്വാസകോശ സംബന്ധമായ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാം, അവിടെ കഫം കെട്ടിക്കിടന്ന് അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാം. പിന്നെന്താണ് ദേ സംടൈംസ് എൻലാർജ് ആൻഡ് ഇൻവോൾവ് ദ മെമ്പേഴ്സ് അറൗണ്ട് ദ ലങ്സ് ആൻഡ് മെംബ്രെയിൻസ് അറൗണ്ട് ദ ലങ്സ് ആൻഡ് സംടൈംസ് കോസ് പസ് ടു കളക്ട്. അതായത് എംഫീമ എന്നൊരു കണ്ടീഷനിലേക്ക് പോകാം, ഒരു പഴുപ്പൊക്കെ കെട്ടി അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ. ആൻഡ് ദീസ് പ്രോബ്ലംസ് മേക്ക് ബ്രീത്തിങ് ഈവൻ മോർ ഡിഫിക്കൾട്ട്. Bloodstream infection is a common cause of death in people with severe burns. Symptoms typically include a persistent high fever and sometimes shock. അപ്പോൾ എന്താണ്, അടുത്തതാണ് ബ്ലഡ് സ്ട്രീം ഇൻഫെക്ഷൻ. ഇത് സിവിയർ ബേൺസ്, പൊള്ളലൊക്കെ ഉണ്ടായവരിലൊക്കെ പെട്ടെന്നുണ്ടാവും. ഹൈ ഫീവറും പനിയും അതുപോലെ എന്താണ് ഷോക്കും ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പിന്നെ എൻഡോകാർഡൈറ്റിസ് നമ്മൾ പറഞ്ഞല്ലേ, ഇപ്പോൾ ഹാർട്ട് വാൽവ്സിനൊക്കെ ഇൻഫെക്ഷൻ വന്നിട്ട് ഡാമേജ് ആവുക, അതുവഴി ഹാർട്ട് ഫെയിലിയർ ഉണ്ടാവുക, ബ്രീത്തിങ് ഡിഫിക്കൽട്ടി ഉണ്ടാവുക,
ഇത് ഭയങ്കര ലീത്തലായിട്ടുള്ളൊരു കാര്യമാണ്. എൻഡോകാർഡൈറ്റിസ്, ഡെത്ത് വരെ സംഭവിക്കാം. പിന്നെ ഉള്ളത് ഓസ്റ്റിയോമെലിറ്റിസ്. ഇതെന്താണ്? ദിസ് കോസസ് ചിൽസ്, ഫീവർ ആൻഡ് ബോൺ പെയിൻ. The skin and soft tissue over the infected bone becomes red and swollen and the fluid may accumulate in നിയർബൈ ജോയിൻറ്റ്സ്. അപ്പോൾ എന്താണ്? നമ്മുടെ ബോൺസിനെയും അതുപോലെ അടുത്തുള്ള സോഫ്റ്റ് ടിഷ്യൂസിനെയും സ്കിന്നിനെയൊക്കെ അഫക്റ്റ് ചെയ്യുന്ന കാര്യമാണ് നമ്മുടെ ഓസ്റ്റിയോമെലിറ്റിസ്. അപ്പോൾ അതും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റെഫൈലോകോക്കസ് ഓറിയസ് ഇൻഫെക്ഷൻ മൂലമുണ്ടാകുന്ന കാര്യമാണ്. അപ്പോൾ ഈ പറഞ്ഞ ഓരോ ഇൻഫെക്ഷനെ കുറിച്ചും അതിൻ്റെ റിസ്ക് ഫാക്ടേഴ്സ്, അതുമൂലം എന്തൊക്കെ സംഭവിക്കുന്നു, അതിൻ്റെ സിവിയറിറ്റി, ഇതൊക്കെ ജസ്റ്റ് ഒന്ന് എഴുതുക.